നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മനുഷ്യങ്കറും കൃഷ്ണമോളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണമോള് തന്റെ വിഷമങ്ങളൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാവും മനുവേട്ട, എനിക്കറിയില്ല, രോഹിത്തേട്ടനൊക്കെ ജാമ്യം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പം മനുഷ്യങ്കർ പറഞ്ഞു, ജാമ്യം കിട്ടുമെന്ന് അറിയത്തില്ല മോളെ, 30 ദിവസത്തേന് റിമാൻഡ് ചെയ്തിരിക്കുമല്ലേ, അതിനുശേഷം എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. പിന്നെ ജാമ്യം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പം കോടതി രോഹിത്തേട്ടനെ ശിക്ഷിക്കുമോയെന്ന് ചോദിച്ചു. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രോഹിത്തൊക്കെ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ശിക്ഷിക്കപ്പെടട്ടെ. അല്ല, അവർക്ക് കുറെ അവസരം കിട്ടിയതാണല്ലോ രക്ഷപ്പെടാനായിട്ടുള്ള. അവർ ഒരു അവസരമെങ്കിലും വിനിയോഗിക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? നീ വിഷമിക്കൊന്നും വേണ്ട മോളെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം, എങ്കിലേ അവർ പഠിക്കുള്ളൂ. ഇത്ര നല്ല സുഖ സൗകര്യത്തിൽ വളർന്നിട്ട് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെ തോന്നി? അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മറ്റുള്ളവരുടെ വേദനയും വിഷമം എന്താണെന്ന് ചിന്തിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലായിരുന്നല്ലോ. മോള് വിഷമിക്കുമൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടത് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് ഒരു സമാധാനമായി. ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് മനു കോള് കട്ട് ചെയ്യുന്നത്. കാരണം മനുവിനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൻ്റെ അനുജനാണ്, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ ചോദ്യം, ഫ്രണ്ട്സിൻ്റെ ചോദ്യം, പിന്നെ അത് മാത്രമല്ല ആൾക്കാരുടെ ഓരോ നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ, അതൊക്കെ കാണുമ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിച്ചല്ലേ മതിയാകത്തുള്ളൂ. ഇതേ സമയത്ത് ഗോവർദ്ധൻ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല എൻ്റെ ഫോൺ കിട്ടിയോന്ന് ചോദിച്ചു. ഫോൺ കിട്ടി ബാലേട്ട, ഇങ്ങ് തരാൻ പറയണം. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ വാങ്ങി തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ വിളിച്ചതിന് മിസ്ഡ് കോളും കാര്യങ്ങളും എല്ലാം കണ്ടു. അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഫുള്ള് രോഹിത്തിൻ്റെ ഹരിശങ്കറിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവരെ കോടതിയിലേക്ക് കൊണ്ടിരുന്നേ, ജനങ്ങൾ അക്രമാസക്തരാകുന്നേ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ. കാരണം ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒന്ന് നന്നാക്കാൻ നോക്കാറുണ്ട് എനിക്ക്. കാരണം ഇതിനു മുമ്പ് അലീനയുടെ ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അന്ന് അവർ ഉപദേശിച്ച് വിട്ടതാണ്. പക്ഷെ അതും കൊണ്ടൊന്നും നേരെ ആയില്ല. നേരെ ആവാനായിട്ട് അവസരം ഉണ്ടായിട്ടും നേരെ ആയില്ല. ഇപ്പം കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിൽ ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ഗോവർദ്ധനൻ പറഞ്ഞു, ബാലേട്ടൻ ഇനി അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, ടെൻഷൻ അടിക്കാതെ പറ്റുമോ ഗോവർദ്ധന? ജനിപ്പിച്ചു പോയില്ലേ, അച്ഛനായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? കൃത്യസമയത്ത് ഞാൻ ഇവിടെ ആയിപ്പോയി. അത് കേട്ടപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, അത് എന്തുകൊണ്ടും നല്ലതായെന്ന് എനിക്ക് തോന്നുന്നേ. നല്ലതായെന്ന് ഗോവർദ്ധൻ അറിയാലോ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന്. ഇപ്പോൾ കടയാണെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കട തുറന്ന് ഇനി ഞാൻ അതിനകത്ത് പോയിരിക്കും? ആൾക്കാരുടെ ചോദ്യവും പറച്ചിലും. മോൻ അത്ര നല്ല കാര്യമാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നേ. അപ്പോഴേക്കും ഗോവർദ്ധനൻ പറഞ്ഞു, കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും ഇത് മറക്കൂന്നേ. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന ന്യൂസ് ചാനലുകാർക്കും പത്രക്കാർക്കും ഒക്കെ വേറൊരു വാർത്ത കിട്ടിക്കഴിയുമ്പോൾ അവരതിൻ്റെ പിന്നാലെ പോകും. പിന്നെ ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാനൊന്നും പോകുന്നില്ല, എല്ലാവരും മറക്കൂന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, മറക്കും? ആ വീട്ടുകാർക്ക് മറക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് എത്രമാത്രം വേദന ഉണ്ടായിരിക്കും. എന്നെ പോലൊരു അച്ഛനായിരിക്കില്ലേ ആ കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ അവർക്കുടെ വേദന. ഇവിടെ ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് ഇത്ര വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവരെത്രമാത്രം വേദനിക്കണം. ഗോവർദ്ധനൻ പറഞ്ഞു, ബാലേട്ട ഇനിയിപ്പം ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി അങ്ങനെ മൊഴി മാറ്റി പറയുവാണെങ്കിൽ മാത്രമേ രോഹിത്തിനൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. രോഹിത്തിനൊക്കെ എതിരായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുക തന്നെയെന്ന് പറഞ്ഞു. അത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷ കിട്ടട ഗോവർദ്ധന, എന്തിനാ രക്ഷിക്കുന്നേ? രക്ഷിക്കേണ്ട കാര്യം എന്താ? അല്ല, അവന്മാർക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യില്ലായിരുന്നല്ലോ. പറയുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വളർത്തി വലുതാക്കി, എന്നിട്ടോ അവസാനം ഇതുപോലൊരു പണിയും തന്നു. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അന്ന് അറ്റാക്ക് വന്നപ്പോൾ അങ്ങോട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു, ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഗോവർദ്ധനൻ പറഞ്ഞു, ഇതേ ബാലേട്ടന് ഇതാ ഫോൺ തരാതിരുന്ന അലീന ഫോണും കൊണ്ട് പോയത്. ബാലേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുമെന്ന് ഓർത്തിട്ട്. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഈ ഫോൺ കിട്ടിയില്ലെങ്കിലും എനിക്കറിയാടോ. കാരണം ഞാൻ കാണുന്നല്ലേ ടി വിക്കകത്തൊക്കെ പീഡന കേസിലെ പ്രതികളെയൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന്. പക്ഷേ ഇത് അതിനേക്കാൾ ഇത്തിരി കൂടുതലായിരിക്കും. കൂട്ട ബലാത്സംഗമല്ലേ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവന്മാർക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്തായാലും ഡോക്ടറെ കാണണം, ഡോക്ടറൊന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്ത്? ഇനി ഇവിടെ കിടക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഗോവർദ്ധനൻ പറഞ്ഞു, അതിന് ബാലേട്ടന് ശരിക്കും കുറഞ്ഞിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല,
എനിക്ക് എന്തായാലും ഡോക്ടറെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വരുവാണ്. ഡോക്ടർ വന്ന് കഴിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. വീട്ടിൽ പോകാനോ? ഇതെന്താ ബാലേന്ദ്ര പറയണേ? ബാലേന്ദ്രൻ ശരിക്കും റിക്കവർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല ഡോക്ടറെ, എനിക്ക് പോകണം. 3 പെൺകുട്ടികൾ തനിച്ചാ വീട്ടിലുള്ളത്. സാറിന് എൻ്റെ കാര്യം അറിയാലോ, എൻ്റെ മോൻ ജയിലിലാണ്. അവനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്തേലും ചെയ്യണം പുറത്തിറങ്ങിയിട്ട്. അത് മാത്രമല്ല, എൻ്റെ പെൺകുട്ടികൾ തനിച്ചവിടെ. അവർക്കിപ്പോൾ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാൻ പോലും പറ്റുന്നില്ല. അതുപോലത്തെ സിറ്റുവേഷനിലെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ അവർക്ക് താങ്ങും തള്ളുമായിട്ട് വേണം. പിന്നെ അവരുടെ അമ്മ ഇവിടെ കിടപ്പണമെന്നുള്ള കാര്യം ഡോക്ടർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ എനിക്ക് ഡിസ്ചാർജ് തന്നേ മതിയാവുള്ളൂ. ഇനിയിപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പിന്നെ എന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബാലേന്ദ്രൻ ടെൻഷൻ ആവണ്ട, കൂളാവ്. ശരി, ഞാൻ എന്താണെങ്കിലും ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ തരാം. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു വിടും. അത് അതുപോലെ തന്നെ ചെയ്യണം. ബാലേന്ദ്രൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ, എനിക്ക് വേണ്ടിയിട്ടല്ല. ബാലേന്ദ്രൻ്റെ 3 പെൺമക്കളുണ്ടെന്നല്ലേ പറഞ്ഞേ. അവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ബാലേന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഒടുവിൽ ബാലേന്ദ്രൻ അങ്ങനെ ഡിസ്ചാർജ് കിട്ടി. ബാലേന്ദ്രൻ്റെ വീട്ടിൽ പോകാമല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഗോവർദ്ധനം പോയി ബില്ലൊക്കെ പേ ചെയ്തു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ബാലേന്ദ്രനോട് ചോദിച്ചു, അല്ല വൈജേച്ചിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തിന്? ഇനി അവളെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രന് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു വൈജയന്തിയെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പം. അവൾ നേരാൻ വേണ്ട വളർത്തു വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലായിരുന്നു. ഓരോ കാര്യങ്ങളും താൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ കുറ്റപ്പെടുത്തുമായിരുന്നു. എൻ്റെ കുട്ടികൾ അങ്ങനെയും ചെയ്യത്തില്ല എന്നും പറഞ്ഞ്. അലീനയുടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ അലീനയെ കുറ്റപ്പെടുത്താനായിരുന്നു അവൾക്ക് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് ബാലേന്ദ്രന് നല്ല ദേഷ്യമായിരുന്നു വൈജയന്തിയോട്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് വൈജയന്തിയുടെ അടുത്തേക്ക് നേഴ്സ് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്താ ഞാനിവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കണോ അതോ പൊട്ടിക്കരയണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ആ നേഴ്സ് പറഞ്ഞു, അതെ മാഡം പറയുന്നുണ്ടെന്ന് തോന്നരുത്. മാഡം ഇനിയെങ്കിലും ഈ മാഡത്തിൻ്റെ ഇങ്ങനത്തെ ഈ സ്വഭാവം ഒന്ന് മാറ്റി വെക്കണം. ഒന്നുമില്ലേലും മാഡത്തിൻ്റെ ഭർത്താവല്ലേ അത്. അപ്പോൾ ആ ഒരു ഇത് വേണ്ടേന്ന് ചോദിച്ചു. ഭർത്താവാണ് പോലും. അതെ, നിങ്ങൾക്ക് എൻ്റെ കുടുംബചരിത്രം കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തുള്ളൂ, എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. പുറമേന്ന് നോക്കുന്നവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ ഞാൻ അനുഭവിച്ച വേദനയും കാര്യങ്ങളൊക്കെ എനിക്കേ അറിയുള്ളൂ. എല്ലാത്തിനും കാരണം അവൾ ഒരുത്തിയ അലീനയെന്ന് പറയുന്നവള്. അവൾ കുടുംബത്തിലേക്ക് വലുതുകാലം വെച്ച് കയറി വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ. സാരമില്ല, അവളെ ഞാൻ ഓടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നേഴ്സ് ചോദിച്ചു, അന്ന് വന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചു. കുട്ടി? അവൾ കുട്ടിയൊന്നുമല്ല, അവളാണിപ്പോൾ അവിടുത്തെ അധികാരി. അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും, ഇവിടുന്ന് ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും നേഴ്സിനൊരു കാര്യം മനസ്സിലായി, ഇവരുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. വന്ന നാൾ തൊട്ട് കാരണം കുറേ ദിവസങ്ങളായല്ലോ വൈജയന്തി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. വൈജയന്തിയുടെ ഏകദേശ സ്വഭാവമൊക്കെ നേഴ്സിനൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അഹങ്കാരത്തിന് കയ്യും കാലും പിടിപ്പിച്ച സാധനമാണ്. എന്ത് പറഞ്ഞാലും ദേഷ്യവും കാര്യങ്ങളും, ആരോടും ഒരു ദയയും കരുണയും ഒന്നുമില്ല. അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലായതാണ്. ആ സാറെങ്ങനെ ഇവരെ സഹിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ആ നേഴ്സിൻ്റെ മനസ്സിലും. പിന്നെ നേഴ്സ് കൂടുതലൊന്നും പറയാൻ പോയില്ല, അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കോളിംബേൽ അടിച്ച് കഴിയുമ്പോൾ സുലോചന പോയി കഥ തുറക്കണേ. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുലോചനയ്ക്ക് സന്തോഷമായി. ബാലേട്ട എങ്ങനെയുണ്ട് ബാലേട്ട, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ടൻ അവിടെ കിടക്കാൻ പറ്റില്ല. ബാലേട്ടൻ ചോദിച്ചിട്ട് പോന്ന ഡോക്ടറോട്. ചോദിച്ചിട്ടോ? അതെന്തിനാ ബാലേട്ട ചോദിച്ചിട്ട് പോന്നേ? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ശരിക്കും ഭേദമായിട്ട് പോന്നാൽ പോരായിരുന്നോ? അതൊന്നും ശരിയാകത്തില്ല സുലോചന. അവിടെ കിടന്നിട്ടുണ്ടെങ്കിലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അപ്പോഴേക്കും സുലോചന പറഞ്ഞു, അതിന് അലീനയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താ? അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അവൾ എത്ര നാളെന്ന് വെച്ചാൽ. അപ്പോഴേക്കും അലീനയും കൃഷ്ണമോളും അങ്ങോട്ട് വന്നു. കൃഷ്ണമോള് ബാലേന്ദ്രനെ കണ്ടപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ നോക്കി. പെട്ടെന്ന് ഒന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കണം അച്ഛാന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് ഒറ്റ കരച്ചിലായിരുന്നു. അത്ര സമയം മനസ്സിൽ അടക്കി പിടിച്ച വേദനകളും വിഷമങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് കരച്ച് തീർക്കുവാണ്. ആ സമയം അലീന വന്നിട്ട് കൃഷ്ണമോളോട്, എന്താ അത്? അച്ഛന് വയ്യാതിരിക്കുമെന്ന് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെ ശാസിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, അവൾ കരയട്ടെ, കരഞ്ഞു തീർക്കട്ടെ, കാരണം അവളുടെ ഉള്ളിലെ വിഷമം എന്താണെന്ന് വെച്ചാൽ കരഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല ഭബിതി എന്തിയെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അവൾ മുറിയിൽ കാണും, അവൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങി വരാറില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രന് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ അടുത്ത് ഏതാ വരാൻ പോകുന്ന അറിയത്തില്ല. ബബിതയുടെ സ്വഭാവം ബാലേന്ദ്രന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്താണെങ്കിലും ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്നതിൻ്റെ ഒരു സന്തോഷം അലീനയ്ക്കും കൃഷ്ണമോൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.